എവിടെ നോക്കിക്കഴിഞ്ഞാലും അതിജീവിത ദിലീപ്, അതിജീവിത ദിലീപ്, അതിജീവിത ദിലീപ്. നാട്ടുകാരെന്തൊരു അഭിനയമാണോ, എന്തൊരു അഭിനയമാണ് എല്ലാവരും. മനസ്സിലാക്കി എന്തൊരു അഭിനയമെന്നറിയാം. അതായത് ഈ പറയുന്ന ആൾക്കാരൊക്കെ എത്ര പേരുണ്ട് അതിജീവിതയോട് സ്നേഹമുള്ളവർ, അതാണ് എനിക്കറിയേണ്ടത്. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ താരങ്ങൾ മുഴുവൻ അതിജീവിതയുടെ ഭാഗത്താണ്, നിർമ്മാതാക്കൾ മുഴുവൻ അതിജീവിതയുടെ ഭാഗത്താണ്, അതുപോലെ തന്നെ എല്ലാവരും അതിജീവിതയുടെ ഭാഗത്താണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും വർഷമായിട്ട് എന്നിട്ട് അതിജീവിത എത്ര സിനിമ ചെയ്തു, എത്ര സിനിമയിൽ അതിജീവിതയ്ക്ക് നിങ്ങൾ ചാൻസ് കൊടുത്തു? എടോ, ഇതൊന്നും അല്ല. ഇവരുടെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. അതായത് ദിലീപ് എന്ന് പറയുന്ന ഒരാളെ സ്നേഹത്തിൽ നിലനിർത്തവും വേണം, എന്നാൽ അതിജീവിതയുടെ കൂടെയാണെന്ന് നാട്ടുകാരെ കാണിക്കുകയും വേണം. ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ അകത്ത് വിളിച്ചു പറയുന്ന ചില ആൾക്കാരുണ്ട്, ഞങ്ങൾ ഈ ദിലീപേട്ടൻ്റെ കൂടെയാണ്, ഞങ്ങൾ അതിജീവിതയുടെ കൂടെയാണ്, അവരാണ് കറക്റ്റായ മനുഷ്യന്മാർ എന്ന് ഞാൻ പറയുള്ളൂ. ഇവിടെ ഇപ്പോഴേ എന്ന് പറഞ്ഞാൽ ദിലീപിനോടുള്ള ആ ദേഷ്യവും വെറുപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇയാളെ പിടിച്ച് ജയിലിലിടണം എന്ന് വിചാരിച്ചിട്ട് അതിജീവിതയെ കൂട്ടുപിടിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഉള്ള കാര്യം പറയാലോ, ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ അതിജീവിതയുടെ കൂടെ തന്നെയാണ്. ആ പ്രതികളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഒരു നിമിഷം പോലും അവറ്റകൾ ജീവിച്ചിരിക്കാൻ തന്നെ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇനിയിത് നിങ്ങളെല്ലാവരുടെയും അഭിപ്രായമല്ല. അതായത് ഈ ഹീറോ ഹോണ്ട ആയാലും ഈ പൾസർ ആയിക്കഴിഞ്ഞാലും TVS ആയിക്കഴിഞ്ഞാലും ഇവറ്റകളെ ഒക്കെ ഇന്നലെ ഒരുത്തൻ പറയുന്നുണ്ടല്ലോ, എന്തിനാ സാറേ തല്ലുന്ന്, എന്തിനാ സാറേ തല്ലുന്ന്. വണ്ടി കയറ്റുമ്പോഴേ അവനെ തല്ലു അല്ലടോ വേണ്ടത്, അവനെ തല്ലുമല്ല വേണ്ടത്. ഇങ്ങനത്തെ കൃമി കീടങ്ങളെ പിടികൂടി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു സ്ഥലം ഒന്നിങ്ങോട്ട് കാണിച്ചു കൊടുത്താട്ടെ, ഇത് കാണിച്ചു കൊടുക്കുക, ഓടിക്കോടാന്ന് പറയുക. ഓടിക്കോടാന്ന് പറഞ്ഞിട്ട് നമ്മളെ UP, ബീഹാർ, കർണാടക, തമിഴ്നാട് അവരൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുക. ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾ അറിയേണ്ടവരെല്ലാം അറിയാം. കാരണം ഇവറ്റകളെ ഒന്നും ശരിക്കും പറഞ്ഞ് ഇങ്ങനെ വിചാരണക്ക് പോലും ഇങ്ങനെയുള്ള എന്തൊരു നികൃഷ്ട ജീവികളാണ് ഇവറ്റകൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കാര്യം എന്താ, പൈസയുണ്ട്, പവറുണ്ട്, പൈസയുണ്ട്, പവറുണ്ട്. എടോ, ഇത് എല്ലാവരുടെ കയ്യിലും പൈസയില്ലേ? ഈ ദിലീപിൻ്റെ കയ്യിൽ മാത്രമല്ല പൈസ, അപ്പുറത്തിരിക്കുന്ന അവരുടെ കയ്യിലും പൈസയുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണം ഇട്ട് എറിഞ്ഞിട്ട് നിങ്ങൾ കണ്ട ഇന്നൊരു വികാരഭരിതരമായിട്ട് ഒരു അഡ്വക്കേറ്റ് വന്ന് പറയുന്നുണ്ട്, എനിക്ക് നീതി കിട്ടിയില്ല. എന്താ അവർ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് കാണാം. നമ്മൾക്ക് ഏറ്റവും വലിയൊരു വിശ്വാസം ഉള്ളത് നമ്മളെ കോടതി തന്നെയാണ്. ആ കോടതി ഒരാളെ നിങ്ങൾക്ക് തെളിവില്ല, നിങ്ങൾക്കെതിരെ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ എണ്ണം വന്നിട്ട് ഇല്ല, അയാൾക്കെതിരെ തെളിവുണ്ട്, അയാൾ പൈസ കൊടുത്തിട്ടാണ്, അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ്, അയാൾ മറ്റേത് കൊടുത്തിട്ടാണ്. ഇതുവരെ ഇല്ലാത്ത സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ജയിലിൽ നിന്ന് ലവ് ലെറ്റർ എഴുതുക, അതുപോലെ തന്നെ ജയിലിൽ പേനയും പെൻസിലും കൊണ്ടുവന്നിട്ട് എഴുതടാ നിൻ്റെ ജീവചരിത്രം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കിടന്ന് ഒരു പെരിങ്ങാട്ട് കള്ളം പറയുകയാണ്. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ സ്വപ്നത്തിൽ ദിലീപേട്ടാ അലറി വിളിച്ചിട്ടുണ്ട്. ഒരു പെരിങ്ങാട്ട് കള്ളനാണ് പറയുന്നത്. കൂടെ ഈ ജയിലിൽ കിടക്കുന്ന നാറികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികൃഷ്ടമായ ജീവികളാണ്, കൊടും ക്രിമിനലുകളാണ് ഇവറ്റകൾ. അതായത് ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ ഓടുന്ന വണ്ടിയിൽ ഇത്രയും പ്രധാനപ്പെട്ട സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവതിയോട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ്. എന്നിട്ട് ഇന്നലെ ഒരുത്തൻ്റെ ഇതിലെന്ന് പറഞ്ഞ ഹീറോ ഹോണ്ടേൻ്റെ അല്ലെങ്കിൽ TVSൻ്റെ കാറ്റ് അമ്മ ഒന്ന് പറയുകയാണ്, മകൻ്റെ അക്കൗണ്ട് ഒന്ന് ഫ്രീസ് ഒഴിവാക്കി തരണം. കാരണം എന്താ അറിയാം, അതിൻ്റെ അകത്ത് ലക്ഷങ്ങൾ രൂപയുണ്ട്. അതായത് ഒരു പണിയും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു ഡ്രൈവർ പണിയെടുക്കുന്ന കഴിഞ്ഞ 5-8 വർഷമായിട്ട് ജയിലിൽ കഴിയുന്ന അവൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ ഇത്രയും കൂടുതൽ പൈസ വന്നു? ഈ പൈസ ആരാണ് അവന് കൊടുത്തത്? 4000 രൂപയുടെ ചെരുപ്പാണ് അവൻ ഇട്ട് നടക്കുന്നത്. അതുപോലെ 10, 2000, 3000 രൂപയുടെ ഷർട്ടാണ് അവൻ ഇട്ട് നടക്കുന്നത്. അവൻ്റെ പോസും കാര്യങ്ങളും വണ്ടിയും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവൻ്റെ കയ്യിൽ നല്ല പൈസയുണ്ട്. ഈ പൈസ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും തന്നെ പ്രതിനെ പിടിച്ചൂടെ? ഇവനാണ് ഗൂഢാലോചനക്കാരെന്ന് പിടിച്ചൂടെ? ഇതൊന്നും നമ്മളൊരു സംശയമാണ്. എൻ്റെ ഈ പൊട്ട മനസ്സിൽ തോന്നുന്ന സംശയമാണ്. ചോദിക്കരുത്, അങ്ങനെ ചോദിക്കരുത്, അത് പൊട്ട മനസ്സിൽ ചോദിക്കരുത്. പൾസർ സുനീൻ്റെ ഒന്നും കൂടി ചോദിക്കാതായാലും ഇനി ആർക്കും മനസ്സിലായില്ലെങ്കിൽ ആരും കേൾക്കണ്ടല്ലേ. എടോ, പൾസർ സുനീൻ്റെ അക്കൗണ്ടിൽ ഇത്രയും പൈസ ആരാന്ന് കൊണ്ടിട്ടത്, അവൻ എങ്ങനെയാണ് കിട്ടിയത് എന്ന് അതൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? കാരണം ബാങ്കിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഉണ്ടാവില്ലേ? ബാങ്കിൽ പോയിട്ട് അന്വേഷിച്ചൂടെ എത്ര ഡീറ്റെയിൽസ് ആയിട്ട് ഇതാരാണ് കൊണ്ടിട്ടത് പൾസർ സുനീൻ്റെ പേരിൽ? ഇല്ലേ പൾസർ സുനീൻ്റെ അമ്മേൻ്റെ പേരിൽ വല്ല പൈസയും വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ പൾസറിൻ്റെ മറ്റേ ഇവരെ പേരിൽ പൈസയും വന്നിട്ടുണ്ടോ ഒന്ന് അന്വേഷിച്ചൂടെ? അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പിടികിട്ടൂലേ? നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിലീപ് നല്ല തെളിവൊട്ടില്ലാതാനും അയാൾ അവർക്ക് തന്നെ പോയിട്ട് വല്ല കാര്യമുണ്ടോ?
അതാ ഞാൻ ചോദിക്കുന്നത്. ഇവറ്റക്ക് ഇതിനെന്തോ മറുപടി പറയാത്ത ആരും. ഇത് മറ്റോ കത്തെഴുതിനി, കൂടിയെല്ലാം സ്വപ്നം കണ്ടിനി ദിലീപ് എന്നെ ആക്രമിക്കുന്നത്, കൂടിയെല്ലാം സ്വപ്നം കണ്ടിരി, ഇതാ കണ്ടിരി. ഇത് നമുക്ക് ചിരിയാണ് വരുന്നത് ഇത് കേൾക്കുമ്പോൾ. ഇന്നലെ 2 ദിവസമായിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നമ്മളെ ഭാഗ്യ ചേച്ചിയാണെങ്കിൽ ഇപ്പോഴും രാജിവെച്ചു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അറിയാം? അതായത് ഇനി തുടരാൻ താല്പര്യമില്ല എന്ന്. അപ്പം അയാളെ ഒരു കോടതി വിമുക്തനാക്കി കഴിഞ്ഞാലും അയാൾ കുറ്റവാളി തന്നെ, ഇയാളെ ഇനി വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നാണോ നമ്മുടെ നിയമം? ഇവിടെ എന്തോരം ആൾക്കാർ ഇതുപോലെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ എന്നാൽ വണ്ടിപ്പെരിയാറ ഇവിടെയുള്ള ഒരു ഇത് ആ ചങ്ങാതി ഇതേപോലെ ഇറങ്ങിയപ്പോഴിങ്ങനെ കോലാഹലങ്ങൾ. ഇപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പിന്നെ മറ്റേ വാളയാറാ, പിന്നെ അങ്ങനെ വേറെ ഒരുപാടെണ്ണം വേറെ കേസുകളുണ്ട്. അങ്ങനെ ഒരുപാടെണ്ണമുണ്ട്. നിങ്ങളെല്ലാത്തിലും പ്രതികരിക്കേ, അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിലീപ് വേറെ നോക്കിയാൽ ദിലീപ് അയാൾ എന്തെങ്കിലും ചെയ്തോട്ടെ, അയാൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അയാൾ പറയുന്നത് ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അയാൾ പറയുന്നത് ഇത് കള്ളക്കേസാന്ന്. നിങ്ങളെല്ലാവരും പറയുന്നത് പൈസ വാരി എറിയാന്ന്. ഈ പൈസ വാരി എറിയാൻ പറ്റുമോ? ഈ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ദിലീപിൻ്റെ കേസ് അന്വേഷിച്ച AV ജോർജ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യ മേഡം, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിജു പൗലോ സാർ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മിടുക്കരാണ്. ഇവരൊക്കെ പൈസ എറിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വീപ്പിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ വക്കീലിന് പൈസ എറിയാൻ, വക്കീലാണെങ്കിൽ രാമൻപിള്ള വക്കീൽ, അയാളും പ്രസിദ്ധ, അയാളും ഇതാണ്. അയാൾ എന്നാ പൈസ എറിഞ്ഞ് വീഴ്ത്തേണ്ട, എന്താ അയാൾ ദിലീപിന് വേണ്ടിയിട്ട് വാദിക്കത്തില്ലേ? ഇതുപോലെ തന്നെ എല്ലാ തലത്തിലും ഇല്ലേ, അപ്പുറത്തും ഇല്ലേ പൈസ എറിയാൻ. പൈസ എറിഞ്ഞ് ജീവിക്കുന്നത് എനിക്കത് മനസ്സിലാകുന്നേ ഇല്ല. ഇത് പിന്നെ സാക്ഷികൾ കൂറുമാറുന്നത്, അത് പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നേക്ക്, അതെന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ആ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറേ ടീമുകളുണ്ട്. അവരൊരിക്കലും എന്ന് പറഞ്ഞാൽ ദിലീപിനെ കുഴിയിൽ ചാടാൻ വേണ്ടി വിടൂല, അത് ഉറപ്പാണ്. നമ്മളിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദിലീപ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അകത്ത് കിടത്തണം. പക്ഷെ അതിനുള്ള തെളിവ് നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫോൺ വിളിയും മറ്റേതും ഇങ്ങനെ അന്വേഷിച്ച് ഈ ഫോട്ടോയും ഒക്കെ അന്വേഷിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ബൾസർ സുനിയുടെ അക്കൗണ്ടിൽ വന്ന പൈസേൻ്റെ കണക്ക്, അല്ല അവൻ എവിടെ നിന്നാണ് ഇത്രയും പൈസ, അവൻ ഇത്രയും നാൾ ജീവിക്കാൻ വേണ്ടി അവൻ എവിടെ നിന്നാണ് പൈസ, അവൻ്റെ വീട്ടുകാർക്ക് ആരെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവനൊക്കെ ഇത്രയും നല്ല അടിപൊളിയായിട്ട് നടക്കണമെങ്കിൽ അവനൊക്കെ എന്ത് ജോലി ചെയ്തിട്ടാണ് അവൻ ഇത്രയും പൈസ? അതൊക്കെ ഇവൻ്റെ വീട്ടിലാണെങ്കിൽ അരി മേടിക്കാൻ പൈസയില്ല, അടുപ്പിൽ ചേരവായി നിന്നാണ് എൻ്റെ അമ്മ പണ്ട് പറഞ്ഞത്. അതായത് ഇവൻ ജയിലിൽ കിടക്കുമ്പോൾ ഇവൻ്റെ വീടും കാര്യങ്ങളും ചോദിച്ചപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞത് 3 ദിവസമായി മോനെ റേഷൻ അരി കിട്ടിയിട്ടാണ്. അതായത് അടുപ്പ് ചേരവായി നിന്ന് അവിടെ അടുപ്പ് വരെ പുകയിക്കയില്ല, അങ്ങനത്തെ ഗതികെട്ട് ഒരുത്തനാണ്. ഈ ഗതികെട്ട് ഒരുത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് വന്നിട്ട് ഇത്രയും അടിപൊളിയെ നടക്കണമെങ്കിൽ അവൻ യൂറോപ്പിൽ പോയിട്ട് വന്നവനൊന്നുമല്ല, അവൻ അമേരിക്കയിൽ ജോലിക്ക് പോയിട്ട് വന്നവനല്ല, അവൻ മറ്റേ ഗൾഫ് രാജ്യത്ത് പോയിട്ട് വന്നവനല്ല. ഇവിടെ 24 മണിക്കൂറും നായി നയിക്കുന്ന പോലെ നയിച്ചിട്ട് വരെ നമുക്കൊന്നും 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരുത്തെന്ന് പറഞ്ഞാൽ ജയിലിൽ കിടന്ന് സൂചിച്ചു വരുമ്പോഴേ അവൻ സിനിമാ താരത്തിനെ കാട്ടിയും ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പുറകിൽ എവിടെ നിന്ന് ചില്ലറ? ഇത് മാത്രം അന്വേഷിച്ചാൽ മതി. അതാരാണ് കൊടുക്കുന്നത്, അത് എവിടെ നിന്ന് വരുന്നത്? പൈസ ഇല്ലാതെ ഒരു കാര്യവും നടക്കൂലല്ലോ. വക്കീലിനല്ലോ എല്ലായിടത്തും പൈസ കൊടുക്കുന്നത് എവിടെ നിന്നാണ്? ഇതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുമക്കളെ ഇതിനുള്ള തെളിവുകൾ കിട്ടൂ. ഇത് എൻ്റെ പൊട്ട ബുദ്ധി തോന്നിയത്. ഇനി നിങ്ങൾ എന്നെ ഒന്നും പറഞ്ഞേക്കല്ലേ, എന്നെ ഞാൻ തന്നെ ശിക്ഷിക്കട്ടെ. എപ്പോൾ വിളിച്ച് പറയരുത് എന്നോട് പറഞ്ഞിട്ടില്ല, എല്ലാ കാര്യവും വിളിച്ച് പറയരുത്. നമ്മളൊക്കെ മണ്ടന്മാരല്ലേ, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ മണ്ട ശിരോമണികളായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കലാണ് ഇവിടെ. മനസ്സിലാക്കുക നിങ്ങൾ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എപ്പോൾ നമ്മൾ അതിജീവിത കൂടെ തന്നെയാണ്. പക്ഷെ അപ്പോഴും അപ്പുറത്തിരിക്കുന്നത് ഒരു മനുഷ്യജീവിയാണ്. അയാൾക്ക് പറയാനുള്ളതും അയാൾക്ക് ചെയ്യാനുള്ളതൊക്കെ കേൾക്കുക, അതാണ് വേണ്ടത്. നമ്മൾ വൈരാഗ്യം വെച്ചിട്ടല്ല. കാരണം എനിക്കിപ്പോഴും എന്ന് പറഞ്ഞാൽ അതിജീവിതയോട് വൈരാഗ്യമില്ല, ദിലീപിനോടും വൈരാഗ്യമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് 2 ആളോടും വൈരാഗ്യമില്ല. പക്ഷേ ഞാൻ കൂടുതൽ അവർക്ക് അങ്ങനെ ഒരു സംഭവിച്ചുകൊണ്ട് അതിലുള്ള പ്രതികളെ മുഴുവൻ ഈ ഭൂലോകത്തു നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന് അഭിപ്രായമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അവർക്ക് മാത്രമല്ല കേട്ടോ, അതുപോലെ ചെയ്യുന്ന എല്ലാവരെയും. അതാണ് വേണ്ടത്. ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ ബൈ.